ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ലവ് ബേർഡ് മുട്ടയിടാത്തതെന്നാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും തന്നെ ബേർഡിനെ വളർത്തുന്നവരായിരിക്കും. എന്നാലും കുറച്ച് പേർക്കൊക്കെ വളരെ പെട്ടെന്ന് ബേർഡ് എഗ് ഇട്ട് ചിക്സിനൊക്കെ കിട്ടും. എന്നാൽ വേറെ കുറച്ച് പേർക്ക് ബേർഡ് എഗ് ഇടാൻ ഒരുപാട് താമസിക്കും. ചിക്സിനൊന്നും അത്ര പെട്ടെന്ന് കിട്ടാറില്ല. ചിലരാണെങ്കിൽ ബേർഡിനെ വളർത്തി തുടങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് ചിക്സിനൊന്നും കിട്ടാതെ ആ ഒരു രീതിയിൽ തന്നെ പോയി അവരുടെ ആ ബേർഡിനെ വളർത്താനുള്ള ഇൻട്രസ്റ്റ് എല്ലാം പോകുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ബേർഡ് എഗ് ഇടാൻ താമസിക്കുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പലരും വളർത്തിയിട്ട് ബേർഡൊന്നും എഗ് ഇടാതെ ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് കുറേയൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ കാണിച്ചു തരാം. അന്നേരം വീഡിയോ അല്ലാതെ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. ചാനൽ യൂസ്ഫുൾ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 10 കാര്യങ്ങളെ പറ്റിയാണ്. ഈ 10 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബേർഡ് എന്തായാലും നിങ്ങൾക്ക് എഗ് ഇട്ട് നമുക്ക് ചിക്സിനെയൊക്കെ കിട്ടും. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ഒന്നാമത്തെ കാര്യമാണ്, നമ്മൾ ബേർഡിനെ മേടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ സേഫായിട്ട് എവിടെയെങ്കിലും വെക്കുക. അതായത് സേഫായിട്ടൊരു സ്ഥലത്തോട് നമ്മൾ കൂട് പ്ലേസ് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് നോയ്സ് വരുന്നിടത്തോ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും കൂട് വെക്കാതെ അത്യാവശ്യം ഒരു സൈലൻറ്റ് കോർണറിൽ, എന്നാലും നമ്മൾ ശ്രദ്ധയൊക്കെ കിട്ടുന്നൊരു സൈഡിലത്ത് വേണം ഈ കിളിക്കൂട് വെക്കാൻ. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ നമ്മൾ കൂട് വെക്കുന്നത് സേഫ് അല്ലെങ്കിൽ ബേർഡ് ഒരിക്കലും എഗ് ഇടത്തില്ല. ബേർഡിന് ഭയങ്കര സ്ട്രെസ്സായിരിക്കും. അപ്പോൾ ഈ സ്ട്രെസ്സ് കൊണ്ട് ഇവർ എഗ് ഇടാൻ ഒരുപാട് താമസിക്കും. ചിലപ്പോൾ എഗ് ഇടാതെയും ഇരിക്കും. അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഈ തുടക്കക്കാർക്കാണ് ഏറ്റവും കൂടുതൽ അബദ്ധം പറ്റുന്നത്. അതായത് എൻ്റെ മെയിലും ഫീമെയിലും ഐഡൻറ്റിഫിക്കേഷൻ അറിയാതെ മേടിച്ചുകൊണ്ടിട്ട് വളർത്തുക. അത് തുടക്കക്കാർക്ക് എപ്പോഴും വരുന്നൊരു അബദ്ധമാണ്. അപ്പോൾ നമ്മൾ ബേർഡിനെ മേടിക്കുന്നതിന് മുമ്പ് മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ അതിൻ്റെ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ 2 മെയിലിനെ കൊണ്ടുതരും. നമ്മൾ നോക്കിയിരിക്കും. അത് മേടിക്കുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് ബേർഡ് എഗ് ഇട്ട് കാണണമെന്നാണ് അവരുടെ ഉള്ളിൽ ആഗ്രഹം. അപ്പോൾ നമ്മൾ നോക്കിയിരിക്കും. ഒരു 6 മാസമാകും, 7 മാസമാകും, ബേർഡൊന്നും എഗ് ഇടത്തില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് അവസാനമായിരിക്കും നമ്മൾ അറിയുന്നത് ഇത് 2 ആൺകിളിയാണ്. മീൻസ് അപ്പോൾ തന്നെ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പകുതി പോകും. അതേസമയം പെൺകിളിയെ 2 മേടിച്ചുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ ആ പെൺകിളികൾ കുറച്ച് നാൾ കൂട്ടി കിടക്കും. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു 5 മാസത്തിനൊക്കെ ഉള്ളിൽ ഈ പെൺകിളികൾ മുട്ടയിടും. പക്ഷേ ഈ ഇടുന്ന എഗ് ആണെങ്കിൽ ഹാച്ച് ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ ബേർഡ് ഇതുപോലെ എഗ് ഇട്ടു, ഇത് വിരിഞ്ഞില്ല. അപ്പോഴും നമുക്കിതിന് വളർത്താനുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അങ്ങ് പോയി കിട്ടും. നമ്മൾ വളർത്തുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മടുക്കും. അപ്പം ഇത്ര കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയിലും ഫീമെയിലും ഐഡൻറ്റിഫിക്കേഷൻ കറക്റ്റായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രമേ ബേർഡ്സിനെ മേടിക്കാൻ പോവുള്ളൂ. അതുപോലെ നമ്മൾ തന്നെ നോക്കി ബേർഡിനെ സെലക്ട് ചെയ്യണം. ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രീഡറോ പറയുന്നത് കേട്ട് ബേർഡിനെ വാങ്ങല്ലേ. അതുപോലെ നമ്മൾ ബേർഡിനെ മേടിക്കുമ്പോൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ബേർഡിനെ മേടിക്കാതെ അത്യാവശ്യം ഒരു അഡൾട്ടായ, ഒരു സെമി അഡൾട്ടായിട്ടുള്ള ബേർഡിനെ വേണം മേടിക്കാൻ. അതായത് ഒരു 4-5 മാസമായ ബേർഡ്സിനെ വേണം മേടിക്കാൻ. അല്ലാതെ നമ്മൾ മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന ബേർഡിനെ തരാൻ പറഞ്ഞാൽ അവരങ്ങനെ തരും. പക്ഷെ അപ്പോഴുള്ള കുഴപ്പം, ആ ബേർഡ് ഒരു റൗണ്ട് എഗ് ഇട്ടതാണെങ്കിൽ പിന്നെ അതൊരു 4-5 മാസം എടുക്കും അടുത്തൊരു റൗണ്ട് മുട്ട ഇട്ട് വരാൻ. അപ്പോൾ നമ്മൾ അത്രയും നാളും വളർത്തേണ്ടി വരും. ചിലപ്പോൾ അതിൻ്റെ ആയില്ലെന്നും വരും. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അപ്പോൾ എപ്പോഴും സെമി അഡൾട്ടായിട്ടുള്ള ബേർഡ്സിനെ നോക്കി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അടുത്ത മൂന്നാമത്തെ കാര്യം നമ്മൾ പറയുന്നത് ഇതിൻ്റെ മെയ്റ്റിംഗ് ഇഷ്യൂ ആണ്. മെയ്റ്റിംഗ് നടക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൂടിനകത്ത് നമ്മൾ അധികം ഷോ അല്ല നോക്കണ്ടേ. മീൻസ് ബേർഡ്സിനുള്ള സൗകര്യമാണ് നോക്കണ്ടേ. ചിലരൊരു കൂട് പണിതിട്ട് ഒറ്റ ഒരു കമ്പ് വെക്കും. അതായത് ഈ വൈ പോലെ കമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇരുന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ അത് ബേർഡ്സിന് തീരെ യൂസ്ഫുൾ ആയിരിക്കത്തില്ല. കഴിഞ്ഞിടയ്ക്ക് ഞാൻ ഗ്രൂപ്പിൽ അങ്ങനെ ഒരു പിക്ചർ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്കത് പറയണമെന്ന് ഓർത്തത്. ആ കമ്പ് വെച്ചിരിക്കുന്ന എല്ലാം മേപ്പോട്ട് ഇങ്ങനെ വൈ പോലെയും വി പോലെയൊക്കെ. അപ്പോൾ അങ്ങനത്തെ കമ്പ് വെക്കുവാണെങ്കിൽ ബേർഡ്സിന് മേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിന് ഇരിക്കാനൊരു പൊസിഷൻ കിട്ടത്തില്ല. അങ്ങനെ ഇരുന്നില്ലെങ്കിൽ മേറ്റിങ് പൂർണ്ണമാകത്തില്ല. ബേർഡ്സ് ഇടുന്ന എഗ്ഗും, ബേർഡ്സ് അങ്ങനെ എഗ് ഇടത്തില്ല. കാരണം അവർക്ക് ആ ഒരു കൂടിനകത്ത് ഞാൻ കണ്ടത് വെച്ചോളം മേറ്റിങ് പോസിബിൾ അല്ല. കാരണം അതിൻ്റെ ഒറ്റൊരു കമ്പ് പോലും സ്ട്രൈറ്റ് ആയിട്ട് ഇരിപ്പില്ല. എല്ലാം വൈ ഷേപ്പിലും വി ഷേപ്പിലും ഒക്കെ ഏതോ ഒരു കമ്പ് വെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെക്കാതെ ഇവർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള കമ്പൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നല്ല സൊല്യൂഷനാണ്. കൂടിനകത്ത് വെക്കുന്ന കമ്പുകൾ എപ്പോഴും നല്ല ഹോറിസോണ്ടൽ സ്ട്രൈറ്റ് ആയിട്ടുള്ള കമ്പുകളായിരിക്കണം. അല്ലാതെ നമ്മൾ വി പോലെ വൈ പോലെ കമ്പൊക്കെ വെച്ച് കൊടുത്തു കുഴപ്പമില്ല. എന്നാലും ഇങ്ങനത്തെ കുറച്ച് കമ്പുകൾ കൂടിനകത്ത് വെച്ച് കൊടുക്കേണ്ടതാണ് അത്യാവശ്യം. കൂടിൻ്റെ ഷോയെക്കാട്ടിലും നമുക്ക് യൂസ്ഫുൾ ആകുന്നത് ഈ രീതിയിൽ കമ്പ് നേരെ വെച്ച് കൊടുക്കുമ്പോഴാണ്. എങ്കിലേ ബേർഡ്സിന് മേറ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കൂടിനകത്ത് അധികം ഷോ അല്ല വേണ്ടത്, ബേർഡ്സിന് കംഫോർട്ട് ആയിരിക്കണം. ആ രീതിയാണ് നമ്മൾ കമ്പൊക്കെ വെച്ച് കൊടുക്കാൻ. അതേപോലെ നമ്മൾ 4ാമത്തെ കാര്യമായ ബേർഡ്സിന് സ്ട്രെസ്സ് തീരെ കുറച്ച് കൊടുക്കണം. സ്ട്രെസ്സ് ഒരിക്കലും ബേർഡ്സിന് കൊടുക്കല്. സ്ട്രെസ്സ് എങ്ങനെ ബേർഡ്സിന് കിട്ടുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഓപ്പണിലല്ലേ കൂട് കൊണ്ട് വെക്കുന്നെങ്കിൽ ആ കൂട് മാക്സിമം എല്ലാ സൈഡും കവർ ചെയ്ത് വെക്കുക. ഫ്രണ്ട് വശം ഓപ്പൺ ആണെങ്കിൽ ആ സൈഡൊക്കെ രാത്രി മറച്ചിടാൻ ശ്രമിക്കുക.
അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ചില പക്ഷികളുടെ ആക്രമണമോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണെങ്കിലോ അല്ലെങ്കിൽ പട്ടിയാണെങ്കിലോ ഒക്കെ ഇതിനടുക്ക് വന്ന് നിൽക്കുമ്പോൾ ബേഡ്സ് ഓട്ടോമാറ്റിക്കലി പേടിക്കും. ഇതുപോലെ ചിലർ പറഞ്ഞേക്കാം എൻ്റെ ബേഡ് ഒരു 6 മാസമായിട്ട് കളത്തിൽ തന്നെ ഇരിക്കും, പക്ഷേ എഗ്ഗൊന്നും ഇടുന്നില്ലെന്ന്. ആ ബേഡിന് അങ്ങനെ ഇരിക്കുന്നതിന് പ്രധാന കാരണം ആ ബേഡ് പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കണ്ട് പേടിച്ചിട്ട് അത് കയറി പമ്മി ഇരിക്കുന്നതായിരിക്കും, അല്ലാതെ എഗ്ഗ് ഇടാനൊന്നും ആയിട്ടിരിക്കുന്നതല്ല. അപ്പോൾ ബേഡ്സിന് മാക്സിമം സ്ട്രെസ്സ് കുറച്ച് കൊടുക്കുക. സ്ട്രെസ്സ് കൂടിക്കഴിഞ്ഞാൽ ബേഡ്സ് എഗ്ഗ് ഇടുന്നത് അവിടെ സ്റ്റോപ്പ് ചെയ്യും, അവിടെ ചിലപ്പോൾ എഗ്ഗ് ഇടത്തുമില്ല. അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് നമ്മൾ പെട്ടെന്ന് മടുക്കും എഗ്ഗ് ഇട്ടില്ലെങ്കിൽ. അപ്പോൾ ആ സ്ട്രെസ്സ് കുറയ്ക്കുന്ന മാക്സിമം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കൂടൊക്കെ കവർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ കാണാം, നമ്മൾ കൂടിൻ്റെ 3 സൈഡും കവർ ചെയ്തിരിക്കുകയാണ്. 4ാമത്തെ സൈഡ് നമ്മൾ രാത്രിയിൽ കവർ ചെയ്ത് കൊടുക്കും. അപ്പോൾ ആ രീതിയിലൊക്കെ കവർ ചെയ്ത് ബേഡ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് ഇവർക്ക് സ്ട്രെസ്സ് മാക്സിമം കുറച്ച് കൊടുക്കാൻ ശ്രമിക്കുക. അടുത്ത 5ാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ഉള്ളൊരു കാര്യമാണ്. അത് പക്ഷേ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത് ഒരു ബ്രീഡർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതേപോലെ ഷോപ്പുകാർക്കാണെങ്കിലോ മേടിക്കാൻ വന്ന് നമുക്ക് ഇതിനെക്കുറിച്ച് ഒരു അറിവും കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു ബ്രീഡർക്ക് മാത്രം അറിയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ബേഡ്സ് കണ്ടിന്യൂസ് ബ്രീഡിങ്, പലരും ഇപ്പോൾ തന്നെ മനസ്സിലാക്കണം കണ്ടിന്യൂസ് ബ്രീഡിങ് എന്തുവന്ന്. ഒരു പ്രാവശ്യം ചിക്സ് വിരിഞ്ഞ് അങ്ങോട്ട് ഇറങ്ങുന്ന പുറകിന് തന്നെ അതിൻ്റെ ആ മദർ ബേഡ് പിന്നെയും കയറി എഗ്ഗിടുക, കണ്ടിന്യൂസ് ബ്രീഡിങ്. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ആ ഒരു ബേഡ് 2 പ്രാവശ്യം അടുപ്പിച്ച് ബ്രീഡായി കഴിഞ്ഞാൽ പിന്നെ ആ ബേഡ് ബ്രീഡാകാൻ ഒരു 6 മാസത്തിന് മേളിലെടുക്കും ചില ടൈമിൽ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ബേഡുള്ളവരെ ഷോപ്പിലൊക്കെ സെയിൽ ചെയ്യുന്നവരാണെങ്കിൽ ഈ ബേഡിനെ കൂടെ കൂട്ടത്തിലങ്ങ് കൊടുക്കും. കാരണം 6 മാസം വെറുതെ നിർത്തി തീറ്റി കൊടുക്കണ്ടല്ലോ എന്ന് വെച്ചുള്ള ധാരണയല്ലേ. അപ്പോൾ നമ്മുടെ ഗ്രഹപ്പഴയ്ക്ക് നമ്മളായിരിക്കും ആ ബേഡിനെ പോയി മേടിക്കുന്നത്. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നാൽ ചിലപ്പോൾ ഒരു 6-7 മാസം വരെ ആ ബേഡ് എഗ്ഗിടാതിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇതിന് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം ഇതാർക്കും ആ ഒരു ബ്രീഡർക്ക് അല്ലാതെ ആർക്കും അറിയാൻ പറ്റത്തില്ല ഈ ബേഡ് 2 പ്രാവശ്യം കണ്ടിന്യൂസ് എഗ്ഗ് ഇട്ടതാണോ എന്ന്. അപ്പോൾ അങ്ങനെ കണ്ടിന്യൂസ് ബേഡ് ബ്രീഡ് ആകുവാണെങ്കിൽ അത് എഗ്ഗിടാൻ താമസിക്കും. പിന്നെ രണ്ടാമത് അത് നമ്മളൊരു 7 മാസത്തിന് മുകളിലൊക്കെ പിന്നെയും ചിലപ്പം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ബേഡ്സ് ബ്രീഡ് ആകത്തുള്ളൂ. അത് ചിലപ്പം പെട്ടെന്ന് പിന്നെയും ബ്രീഡാകാം, പക്ഷേ മിക്കവാറും ആ പെയർ ബ്രേക്ക് ആകുന്നതുകൊണ്ട് പിന്നെ രണ്ടാമതൊരു പെയർ വന്ന് അത് എഗ്ഗിടാനൊക്കെ ചിലപ്പോൾ താമസിക്കുന്ന നല്ലോണം. ഇങ്ങനെയുള്ള ബേഡ്സ് ചിലപ്പോൾ എഗ്ഗ് ഇട്ടില്ലെന്നും വരും. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം അത് നമുക്ക് ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല. അതൊരു ബ്രീഡർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ബ്രീഡറിൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നെങ്കിൽ നല്ല സത്യസന്ധമായിട്ടുള്ള ബ്രീഡറാണെങ്കിൽ ആ ഒരു കാര്യം നോക്കി തരും. അല്ലാത്തവർ നമുക്ക് നമ്മുടെ ഗ്രഹപ്പുഴയെന്ന് പറയാം, അല്ലാതെ വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അതേപോലെ അടുത്ത 2 കാര്യങ്ങൾ നമ്മൾ ഒന്നിച്ചാണ് പറയുന്നത്. അത് ഫുഡിനെ കുറിച്ചാണ്. ബേഡ്സിന് നല്ല കാൽസ്യം വേണം, അതേപോലെ പ്രോട്ടീനും വേണം. കാൽസ്യത്തിന് നമുക്ക് കടന്നാക്ക് തന്നെ മതി. അത് ഏറ്റവും നല്ല കാൽസ്യം എല്ലാ ബ്രീഡർമാർ യൂസ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ കടന്നാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമ്മൾ പല രീതിയിലുള്ള ഫുഡ് കൊടുക്കുക, തേനയൊക്കെ മുളപ്പിച്ച് കൊടുക്കുക, അതുപോലെ പല രീതിയിലുള്ള ലീഫൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതൊക്കെ കൊടുത്താലേ ഇവർക്ക് പ്രോട്ടീൻ കിട്ടത്തുള്ളൂ. അതുപോലെ കാൽസ്യം പ്രോട്ടീനും ബേഡ്സ് നല്ല ഹെൽത്തി ആണെങ്കിൽ മാത്രമേ അവർ നമുക്ക് എഗ്ഗ് ചെയ്ത് തരത്തുള്ളൂ, അല്ലെങ്കിൽ അതുമൊക്കെ താമസിക്കും. ബേഡ്സിന് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ ഇവർ എഗ്ഗ് ചെയ്യത്തുള്ളൂ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബേഡിനെ നോക്കിയെടുക്കാൻ ശ്രമിക്കാം. അതേപോലെ നമ്മുടെ കൈ കെട്ടി കഴിയുമ്പോഴാണെങ്കിലും നമ്മൾ നല്ല രീതിയിലുള്ള ഫുഡൊക്കെ വെച്ച് കൊടുക്കുക. ഇതുപോലെ ബീട്രൂട്ട്, ക്യാരറ്റ്, നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ തരുന്നത് കഴിഞ്ഞ ദിവസം ഒരു വെറൈറ്റി ഫുഡെന്ന് പറഞ്ഞ്. അപ്പോൾ ആ വീഡിയോ കാണുന്ന ഫുഡൊക്കെ കൊടുക്കാൻ ശ്രമിക്കുക. അത്ര ഫുഡൊക്കെ കൊടുക്കുവാണെങ്കിൽ ചിക്സ് ഉണ്ടായി കഴിയുമ്പോഴാണെങ്കിലും അത്ര ഫുഡ് കൊടുത്താൽ പെട്ടെന്ന് ചിക്സിൻ്റെ ഒക്കെ വയറ് നിറയും. അത് ഈ തന്നെ കൊണ്ട് കൊടുക്കാൻ പോയാൽ ബേഡ് പെട്ടെന്ന് ക്ഷീണിച്ച് അവരത് നിർത്തും, കുറച്ച് നേരമൊക്കെ കൊണ്ട് കൊടുക്കത്തുള്ളൂ. ഇതുപോലത്തെ ഫുഡൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ബേഡ്സിന് വായി കൊള്ളാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ഇത്തിരി ഫുഡ് കൊടുക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ ആ രീതിയിലുള്ള നല്ല ഫുഡൊക്കെ കൊടുക്കുക. ബേഡ് നല്ല ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പെട്ടെന്ന് ചിക്സിനെ കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഫുഡിൻ്റെ കാര്യമൊക്കെ നല്ലോണം ശ്രദ്ധിച്ച് കൊടുക്കുക. അതുപോലെ ഫുഡ് കൊടുക്കുന്ന പാത്രമൊക്കെ ആണെങ്കിലും ഡെയിലി ക്ലീൻ ചെയ്യുക, ഡെയിലി വെള്ളം മാറി വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുത്താൽ കുറേ അസുഖത്തിൽ നിന്നൊക്കെ ബേഡ്സിന് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ നമുക്ക് അത്രയും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടി വരത്തുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ പിന്നെ ഒരു കാര്യം, നമ്മൾ കലമൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ആ കലമൊന്നും അധികം ആടാത്ത രീതിയിൽ ഒരിടത്ത് തുറപ്പിച്ച് കൊടുക്കുക. കൂടുതലും ഹാങ് ചെയ്ത് മേളിൽ വെക്കുന്നതാണ് നല്ലത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ പോട്ടൊക്കെ എപ്പോഴും അതിൻ്റെ വലിയ ഓപ്പണിങ് കവർ ചെയ്ത് എന്തെങ്കിലും കോട്ടണൊക്കെ ഉപയോഗിച്ച് കവർ ചെയ്യുക. അധികം ലൈറ്റിൻ്റെ ഒന്നും പ്രകാശം ഇരുന്ന് കഴിഞ്ഞാൽ ഇതുപോലെ വീട് എഗ്ഗിടാൻ താമസിക്കും. സേഫ് അല്ലെന്നൊക്കെ വീടിന് തോന്നിക്കഴിഞ്ഞാൽ അവർ എഗ്ഗിടത്തില്ല. ഇതേപോലെ പിന്നെ പറയാൻ വന്നൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ നമ്മൾ കൂടിനകത്ത് എപ്പോഴും എഗ്ഗ് ഉണ്ടോ നോക്കുന്നത്. മീൻസ് ബേഡ്സ് കൂട്ട് കയറി ഒരു 1-2 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് ഇതുങ്ങൾ പയ്യെ എഗ്ഗിടത്തുള്ളൂ. അതിന് മുമ്പ് ഒരു കലമൊക്കെ സെറ്റ് ചെയ്ത് അവർക്ക് ഇരിക്കാൻ പാകമാണോ സേഫ് ആണോ എന്നൊക്കെ നോക്കും. ആ സമയത്തായിരിക്കും നമ്മൾ എന്നെപ്പോഴും വെട്ട പിടിച്ച് നോക്കുന്നത്. അപ്പോൾ അത് ബേഡ്സിന് ഇഷ്ടപ്പെടത്തില്ല. അവർ സ്വാഭാവികമായിട്ടും എഗ്ഗിടാനൊന്നും മടിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ ഡിസ്റ്റർബൻസ് അധികം ഉണ്ടാക്കില്ല. ബേഡ്സ് സമയമാകുമ്പോൾ അത് എഗ്ഗ് ഇട്ടോളൂ. നമ്മൾ നോക്കിയെന്ന് വെച്ചാൽ നിങ്ങൾ എഗ്ഗ് ഇടാതെ ഇരിക്കത്തൊന്നുമില്ല. എന്നാലും അവർക്കൊരു പ്രൈവസി കൊടുക്കുവാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നടക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അവസാനമായിട്ട് നമ്മൾ പറയുന്നത് ഈ നമ്മൾ കൂടിനകത്ത് മാക്സിമം സ്ട്രെസ് ഒഴിവാക്കുക.
കാരണം ഈ നമ്മൾ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെപ്പോഴും പോയി കൂടിനടിക്കുന്ന ബഹളം ഉണ്ടാക്കുകയും ഇതിനകത്ത് കൂടുതൽ അവർക്കെപ്പോഴും കിളികൾ പറക്കുന്നതൊക്കെ ആയിരിക്കും കാണാൻ ഇഷ്ടം. അപ്പോൾ സ്വാഭാവികമായിട്ടും ബേഡ്സിനെ എപ്പോഴും അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൂടിൻ്റെ സൈഡിൽ തല്ലും. അപ്പോൾ ഇവർ പറക്കുന്നത് ശരിക്കും പേടിച്ചാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും ബേഡ്സ് പറക്കുന്നത് കാണാൻ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യിക്കുവാണെങ്കിൽ അതുമൊക്കെ എഗ്ഗിങ്ങിന് ലേറ്റ് ആകും. അതേപോലെ നമ്മളിപ്പം കൂട് സിറ്റൗട്ടിലൊക്കെ വെക്കുന്നെങ്കിൽ എപ്പോഴും നമ്മുടെ ഒരു ആളനക്കമൊക്കെ ഉണ്ടാകും. അപ്പോൾ അത്രയ്ക്ക് ആളനക്കമൊന്നും വേണ്ട, എന്നാലും നമ്മൾ കാണത്തക്ക രീതിയിൽ വെക്കുക. ഒരുപാട് ഡിസ്റ്റർബൻസ് ആകുകയും ചെയ്യൽ, എന്നാൽ തീരെ നമ്മുടെ ഒരു പ്രസൻസ് ഇല്ലാത്തൊരിടത്ത് കൊണ്ട് കൂട് വെക്കുകയും ചെയ്യൽ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതേപോലെ കൂട് എപ്പോഴും വേണ്ടി മുമ്പിൽ തന്നെ വെക്കുക, കിച്ചണിൻ്റെ ഭാഗത്തൊന്നും കൊണ്ട് വെക്കല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ ഉദ്ദേശിച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്കൊരു ബേഡ്സ് പെട്ടെന്ന് തന്നെ എഗ്ഗിട്ട് കിട്ടും. കാരണം ഈ കാര്യങ്ങളെല്ലാം ഞാൻ ഇവിടെ ഫോളോ ചെയ്യുന്നതാണ്. എൻ്റെ എല്ലാ വീഡിയോ കാണുന്നവർക്കും അറിയാമായിരിക്കും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഓരോ പാർട്ടായിട്ട് ഓരോ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് മാക്സിമം യൂസ്ഫുൾ ആകട്ടെ. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ചാനലിൽ വരുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. നമുക്ക് തൊട്ടടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.